ആദ്യം കിട്ടിയില്ല, ശ്രദ്ധയോടുകൂടി കേട്ട ദ്വന്ദ്കാരിക്ക് ലഭിച്ചു. കാര്യം മനസ്സിലാക്കി വീണ്ടും ശ്രദ്ധയോടുകൂടി ഭാഗവതം പറഞ്ഞു. അവിടെയുള്ള ശ്രോതാക്കളൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടു. അതിൻ്റെ ഫലമായി എത്ര പേര് കേട്ടോ അത്രയ്ക്കും വിമാനം വന്നു, അവരെ കൊണ്ടുപോയി എന്നാണ് കഥ. നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം ശ്രദ്ധയ്ക്കനുസരിച്ചാണ് ഫലം. അതെവിടെയായാലും അങ്ങനെയാണ്. എത്ര പേര് കേൾക്കുന്നു എന്നുള്ളതല്ല. ചിലരൊക്കെ വലിയ പരാതിയായിട്ട് പറയാറുണ്ട്, എത്ര കാലം ഞാൻ കേട്ടു എന്ന് ഇഷ്ടമുണ്ടോ? ഞാനാണ് ആ അമ്മയെ സപ്താഹ വേദിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്, എന്നിട്ടോ അപ്പോൾ ആ അമ്മ വലിയ, ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാലും അതൊന്നും ചോദ്യമില്ല. നിങ്ങളാണോ കൊണ്ടുവന്നത്, നിങ്ങളാണോ അവർക്ക് പ്രഭാഷണം അയച്ചു കൊടുത്തത് എന്നുള്ളതൊന്നല്ല കഥ. നിങ്ങൾക്കുള്ളതിനേക്കാൾ ശ്രദ്ധ അവർക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആദ്യം എപ്പോഴാണ് അത് തെളിയുക എന്നുള്ളതൊന്നും പറയാൻ സാധിക്കില്ല. കർപ്പൂരാണെങ്കിൽ വേഗം കത്തും, വാഴപ്പിണ്ടിയാണെങ്കിലോ കത്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കില്ല. അത്രയ്ക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം തെളിയും. അതുകൊണ്ട് ശ്രദ്ധ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് ശാസ്ത്രം പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് ആധ്യാത്മിക വിഷയങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് ഗീതയിൽ എടുത്തു പറയും, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവർക്ക് മാത്രമേ ഈ ഒരു ജ്ഞാനം ശോഭിക്കുള്ളൂ. നമ്മളൊക്കെ ജ്ഞാനികളാണ്, പക്ഷെ നമുക്ക് സന്തോഷമാവാത്തത് എന്താ ചോദിച്ചാൽ ശ്രദ്ധയുടെ കുറവുകൊണ്ടാണ്. ശ്രദ്ധ വേണ്ടതുപോലെ ആയാൽ മനസ്സടങ്ങും, നല്ല ഉള്ളിലുള്ള ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പം ശാന്തി ഉണ്ട് ഇല്ല പറയാൻ പറ്റില്ല, അത് ഉറങ്ങിയാൽ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഉണർന്നാൽ പോയി. ഉണർന്നിരിക്കുമ്പോഴും ആ ശാന്തി പോവാതെ നോക്കാൻ സാധിക്കും. ഈ കേട്ട അറിവൊന്നും സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് നമുക്കില്ല. അതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം. അതിന് നമ്മൾ ഈ ഒരു പാത്രം ശുദ്ധാക്കണം, എന്നാലേ അതിൽ നിൽക്കുള്ളൂ. ഈ കേൾക്കുന്നതൊക്കെ പലരും പറയാറുണ്ട്, ഒക്കെ കേൾക്കുന്നുണ്ട്, കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും, പക്ഷേ പ്രശ്നം വന്നാൽ പതറിപ്പോണുണ്ട് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. രജോ ഗുണം തമോ ഗുണം കൂടുതലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? സത്വഗുണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ഈ കേൾക്കുന്നതൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവ് വേണമെങ്കിൽ അതിന് നമ്മുടെ പാത്രം ശുദ്ധമാക്കണം. നിരന്തരമായ കഥാശ്രവണത്തിലൂടെ മറ്റു വിഷയങ്ങൾ കേൾക്കാണ്ടിരിക്കാനും ശ്രദ്ധിക്കണം. എന്താണ്? നമ്മൾ കുറച്ച് ഭാഗവതം, കുറച്ച് പരദൂഷണം, 2 അധ്യായം കേൾക്കുക, 2 ആൾക്കാരെ കുറ്റം പറയുക, അങ്ങനെ കൃത്യം ടാലിയിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആകുമ്പോഴേക്കും കുഴപ്പം. നേരെ മറിച്ച് മറ്റത് കേൾക്കാതിരിക്കും വേണം, ഇതിൽ കൂടുതൽ കേൾക്കും വേണം. അപ്പോഴാണ് മനസ്സ് ശുദ്ധമാവുക. അങ്ങനെ സത്വഗുണം വർദ്ധിപ്പിച്ചാൽ ഈ അറിവ് ഉള്ളിൽ നിൽക്കും, അതും താനും ഒന്നായി മാറും. അത്രയ്ക്കും ശ്രദ്ധയോടുകൂടി വേണം ഭാഗവതം കേൾക്കുക എന്നുള്ളതാണ് ഇപ്പം ഇന്നലെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രദ്ധിച്ച് വേണം കേൾക്കുക. പലതരത്തിൽ കേൾക്കണവരുണ്ട്. ഉത്തമ ശ്രോതാവ്, മധ്യമ ശ്രോതാവ്, അധമ ശ്രോതാവ്. ഭാഗവതം പലതരത്തിലും കേൾക്കാം. പക്ഷെ ശരിക്കും വേണ്ടത് നമുക്കെന്താ പ്രയോജനം നോക്കണം. നമുക്ക് ശാന്തിയാണ് പ്രധാനം, സമാധാനമായിട്ടിരിക്കണം. ആ ഉദ്ദേശത്തിൽ വേണം കേൾക്കാൻ. ചിലർ കേൾക്കുക എന്താ വെച്ചാൽ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം, അതിനു വേണ്ടി കേൾക്കുക. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇന്നലെ ഒരു അമ്മ ചീത്ത പറഞ്ഞു, കുറേ ചോദ്യം അയച്ചു തന്നു. ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് ചീത്ത, തിരുമേനി എന്ത് തിരുമേനിയാണ് എന്ന് പറഞ്ഞു. ചോദ്യമൊക്കെ വലിയ പ്രയാസമുള്ള ചോദ്യമൊന്നും അല്ല. പരീക്ഷത്തിന് ഭാഗവത ഉപദേശിച്ചത് ആര്? ഒന്നാമത്തെ ചോദ്യം. ഒരു 5 ചോദ്യം അയച്ചു. തിരുമേനി വേഗം പറഞ്ഞു തരും. ഏതോ ഒരു ആചാര്യനെ ഏതോ ഗ്രൂപ്പ് ചോദിച്ചതാ. അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് അയച്ചു. നമ്മൾ തുറന്നിട്ടൊന്നല്ല, സംഗതി മനസ്സിലായി, ഇതാണ് കാര്യം എന്ന് പറഞ്ഞ അർത്ഥം അതെന്തോ ബോധിപ്പിക്കാൻ, തനിക്കിതൊക്കെ അറിയാവുന്ന ആ ഗ്രൂപ്പിലുള്ള ആളെ ബോധിപ്പിക്കാൻ വേണ്ടി വേറൊരാളോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്താ നേട്ടം ചോദിച്ചാൽ, ആ ആചാര്യൻ ഇപ്പോൾ ആ ഗ്രൂപ്പ് ചോദിച്ചത് എന്താ വെച്ചാൽ ഇവരത് പഠിക്കല്ലോ, നോക്കല്ലോ, പുസ്തകം തുറക്കല്ലോ കരുതിയിട്ടാ അല്ലേ? ആചാര്യനെ കുറ്റം പറയണില്ല, അദ്ദേഹം അങ്ങനെ എന്തേ ഉദ്ദേശിച്ച് ചോദിച്ചതായിരിക്കും. പക്ഷെ അധികം നടക്കണമെന്നെന്താ, ഇവരൊക്കെ തന്നെ മറ്റുള്ള ആചാര്യന്മാരെ വിളിച്ചിട്ട് വേഗം പറഞ്ഞല്ലോ, വേഗം സമ്മാനം വേണേ. അപ്പോൾ ആ ഗ്രൂപ്പിൽ പ്രശംസിക്കും. ആദ്യം ഉത്തരം അയച്ചത് ജാനകിയമ്മയാണ്, അപ്പോൾ ജാനകിയമ്മയ്ക്ക് ഒരു അല്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം. മനസ്സിലാവുണ്ടോ? എന്ത് മനസ്സിലായി? ഇതാണിപ്പോൾ നടക്കുന്നത് മാത്രം. അതിലൊരു ഭ്രമം. ഈ ആധ്യാത്മിക വിദ്യ പോലും ഇങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പോകാമെന്നല്ലാതെ ആഴത്തിലേക്ക് ഇറങ്ങണില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അവനവന് വേണ്ടി പഠിക്കുന്നതില്ല. ഇതൊക്കെ ഇതുപോലെ തത്തയെ പോലെയാണ്. തത്ത ഉത്തമ ശ്രോതാവല്ല. അത് കേൾക്കും, അത് പറയും, പക്ഷേ ഹൃദയത്തിൽ എത്തണില്ല, അത് ജീവിതത്തിൽ പകർത്തണില്ല. ലോകത്ത് തത്തകൾ കുറേ ഉണ്ടാവും. അവർ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നല്ലാണ്ട് ജീവിതത്തിൽ അവർക്കും എന്തില്ല. വീട്ടിൽ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. സമാധാനം എന്ന് പറഞ്ഞതില്ല. താൻ സമാധാനമായിട്ടിരിക്കുന്നു എന്ന് നടിക്കാനൊക്കെ നിശ്ചയുണ്ട്. അത് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാടകമൊക്കെ നല്ലോണം പഠിച്ച്. പക്ഷേ പ്രതിസന്ധി വരുമ്പോഴാണ് ഇളക്കി നോക്കണം. അപ്പോഴാണ് ഉറപ്പുണ്ടോയെന്ന് മനസ്സിലാവുക.
അത് വളരെ പ്രധാനം. അതുകൊണ്ട് തത്തയെ പോലെ ആവരുതേ, അത് മധ്യമ ശ്രോതാവ്. അധമ ശ്രോതാവ് അത് ഒട്ടകത്തെ പോലെയാണ്. അത് നല്ലത് ഇഷ്ടമല്ല, എന്താ ചെയ്യുക? നല്ല ചെടി അത് കഴിക്കില്ല, അതിന് മുൾച്ചെടി ഇഷ്ടം. ഇതുപോലെ സപ്താഹവേദിയിലൊക്കെ വന്നിരിക്കും, ഇരിക്കാണ്ടിരിക്കൊന്നുമില്ല. പക്ഷേ അത് മറ്റുള്ളതൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുറ്റം പറയാൻ വേണ്ടിയിട്ട് വരുന്നവരെ പറ്റി നോക്കാൻ, അവരെ പറ്റിയൊക്കെ മനസ്സിലാക്കുക, ആ പറയുന്ന ആചാര്യനെ പറ്റി കുറ്റം പറയുക, ആ പറയുന്ന വിഷയങ്ങൾ നല്ലോണം നോക്കി അതിൽ വല്ല ദോഷമുണ്ടോ നോക്കി അത് മാത്രം എടുത്ത് പറയുക. അതിനെ തെറ്റൊന്നുമില്ല, ആവാം. പക്ഷേ അത് ഒട്ടകത്തെ പോലെയാണ്. അങ്ങനെ ആവരുത്. അതിനാണ് ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞത്. അപ്പോൾ ഒട്ടകത്തെ പോലെ ആവരുത്, തത്തയെ പോലെ ആവരുത്. ദോഷമില്ലാത്ത ആളൊന്നുമില്ല, എല്ലാവർക്കും ദോഷമൊക്കെ ഉണ്ടാവും. നമ്മളത് ഒഴിവാക്കി നല്ലതെടുക്കുക, സ്വീകരിക്കുക, അത്രയേ വേണ്ടൂ. ഞാൻ നേരെ ആവണമെന്ന സങ്കല്പത്തിൽ വന്നിരുന്ന് നമുക്ക് വേണ്ടത് സ്വീകരിക്കുക, പോവുക. അതുപോലെയാണ് അരയന്നം. അരയന്നത്തിന് വെള്ളവും പാലും വെച്ചാൽ അത് പാല് മാത്രം സ്വീകരിച്ച് പോകും. വെള്ളവും പാലും കൂട്ടിച്ചേർത്ത് വെച്ചാലും അതെന്ത് ചെയ്യും? അത് കുടിച്ചങ്ങോട്ട് പോയ പാത്രത്തിൽ വെള്ളം ബാക്കി ഉണ്ടാവും. അതിനെന്ത് വേണ്ട? വെള്ളം വേണ്ട, പാല് മതി. നമ്മളാ കുടിച്ച് പോയിച്ചാൽ അവിടെ പാല് ബാക്കി ഉണ്ടാവും. വെള്ളമൊക്കെ വ്യത്യാസം നോക്കും എന്ന് പറഞ്ഞാൽ തനിക്ക് ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്ന വിഷയം മാത്രം തിരഞ്ഞെടുക്കാനുള്ള ശേഷി ആർക്കുണ്ട്? അത് അരയന്നത്തിനുണ്ട് എന്നാണ് സങ്കല്പം. ഗ്രാഹ്യത്യാജ്യ വിവേകം. ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കാനും ത്യജിക്കേണ്ടത് ത്യജിക്കാനുമുള്ള കഴിവ് ആവശ്യമാണ് ആർക്ക്? ഒരു ശ്രോതാവിന്. ശ്രദ്ധിച്ച് കേൾക്കുമ്പം തനിക്ക് വേണ്ടത് മാത്രം സ്വീകരിക്കുക. വേണ്ടാത്തതും ഉണ്ടാവും. നമുക്ക് വേണ്ടാത്തത് വേറൊരാൾക്ക് വേണ്ടതാവുകയും. അതാണ് ഭാഗവത്തിൽ പലതും ഉണ്ടാവും. നമുക്കും വലിയ താല്പര്യമില്ലാത്ത വിഷയമൊക്കെ ഇതിലുണ്ട്. നമുക്ക് കണക്കൊന്നും വലിയ താല്പര്യമില്ല. കുറേ കണക്കൊക്കെ മന്നുന്തരം ചിലതൊക്കെ വിളിച്ച് ചോദിക്കും, എത്ര സംവത്സരാണ് തിരുമേനി ബ്രഹ്മാവിൻ്റെ? നമുക്ക് ഭാഗവത്തിലുണ്ട്, നമ്മളത് ശ്രദ്ധിച്ചില്ല. നമുക്ക് അതിലൊന്നും വലിയ കണക്ക് കൂട്ടി നോക്കാനൊന്നും അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാത്ത ഭാഗമാണ്. അത് തെറ്റെന്ന് പറയണില്ല, അത് താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. ഓരോരുത്തരോരോ ഒന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം അന്ന് അവിടെ കൊടുക്കില്ലല്ലോ. അപ്പോൾ ചിലർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ട്, നോക്കാട്ടോ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊന്നും തെറ്റ് മോശം എന്നൊന്നും പറയണ്ട. നമുക്ക് ബോധ്യാവുന്ന വിഷയം നമ്മളെടുക്കുക, നമുക്കൊന്നും കൂടി വിചാരം ചെയ്യാൻ ഭാഗത്തിലുള്ളത് എടുക്കുക. അതാണ് ഭാഗവത്തിൻ്റെ ഉദ്ദേശം. അതിന് സംശയമൊന്നുമില്ല. എന്താണ് പല വിദ്യകളും ഇവിടെ പറയുന്നുണ്ടെങ്കിൽ, ജോഗ്രഫി ഉണ്ട്, ഒക്കെ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പ്രധാനം വേദാന്തമാണ്. അതിൽ സംശയമില്ല. കാരണം ഭാഗവത്തിൽ ആദ്യം അവസാനമൊക്കെ എന്ത് പറയും? സർവവേദാന്ത സാരം യത് ഭാഗവതം എടുത്തു പറയും. വേദാന്ത സാരമാണ്, വേദസാരമാണ്. അത് മനസ്സിലാക്കലാണ് ഉദ്ദേശം. അത് ലളിതമായ രീതിയിൽ പറയുക, എല്ലാവരും ഈ വേദിയിൽ എത്തിച്ചിട്ട് ഈ തത്വം ബോധിപ്പിക്കുക. അതാണ് ഭാഗവത്തിൻ്റെ ഒരു രീതി. ഭാഗവത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. ജന്മാദ്യസ്യ യതഃ, ബ്രഹ്മസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രം വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ വ്യാസർ രചിച്ച വേദാന്തം തന്നെയാണ് വിഷയം. വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. പക്ഷെ കുറച്ച് കട്ടി കൂടുതൽ, അത്രയ്ക്കും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പണ്ട് കാലത്തൊക്കെ പറയാം ബ്രഹ്മസൂത്രവും 10 ഉപനിഷത്തുകളും ഗീതയും ഇത്രയും പഠിക്കേണ്ടു എന്നാണ്. എന്താണ്? ഇത് 3 പഠിച്ചാൽ മതി. അതിന് 3 കൂടിയിട്ട് പ്രസ്ഥാനത്രയം എന്ന് പറയും. ആചാര്യസ്വാമികൾ ഇതിന് 3നും ഭാഷ്യം രചിച്ചിട്ടുണ്ട്. 10 ഉപനിഷത്തുകൾ: ഈശാവാസ്യം, ഈശകേന കഠപ്രശ്നമുണ്ട മാണ്ഡൂക്യ തിത്തിരി, ഐതരേയം, ഛാന്തോഗ്യം, ബൃഹദാരണ്യകം. അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു ശ്ലോകമുണ്ട്. ഇങ്ങനെ 10 ഉപനിഷത്തുകൾ വളരെ പ്രധാനമാണ്. ഈ 10 ഉപനിഷത്തുകൾക്ക് ഭാഷ്യം ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഗീതയ്ക്ക് ഭാഷ്യം, ഭഗവത്ഗീത. പിന്നെ പ്രധാനമായിട്ട് ബ്രഹ്മസൂത്രം. ഈ 3 പഠിച്ചാൽ അയാൾക്ക് ആത്മനിഷ്ഠ ഉണ്ടാവുന്ന പറയാം. അയാൾക്ക് പിന്നെ ലോകത്തിൽ വീഴ്ചയില്ല. ഇപ്പോഴും ആശ്രമങ്ങളിലൊക്കെ നമ്മൾ സന്യസിക്കാൻ പുറപ്പെട്ടാൽ ആദ്യം ഇത് പഠിപ്പിക്കും. ഇതൊക്കെ മനസ്സിലായാൽ മാത്രമേ കാവ്യ തരുള്ളൂ. മനസ്സിലാവില്ലേ പറഞ്ഞാൽ എന്നാൽ വീട്ടിൽ പോയിക്കോളൂ പറയും. അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആൾക്കേ സന്യാസത്തിന് അർഹത ഉള്ളൂ. അപ്പോൾ ഇത് 3 പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അറിവ് നേടുക പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ച് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. അതിലെ ഭഗവത്ഗീത പിന്നെ എളുപ്പമാണ്. ഉപനിഷത്തുകളും വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് പ്രയാസമുള്ള കാര്യം ബ്രഹ്മസൂത്ര. അത് വ്യാസർക്കനെ തോന്നിയത് കുറച്ച് പ്രയാസമാണെന്ന്. അതുകൊണ്ട് വ്യാസർ എന്ത് ചെയ്തു? അതിൽ ഭക്തിസൂത്രം ചേർത്ത് ഈ ബ്രഹ്മസൂത്രത്തെ അവതരിപ്പിച്ചു. എല്ലാവർക്കും ഈ തത്വം മനസ്സിലാവട്ടെ കരുതി. അതാണ് ഭാഗവതം. എന്താ തെളിവ്? ഭാഗവതം ആരംഭിക്കുന്നത് അങ്ങനെയല്ലേ? ജന്മാദ്യസ്യ യതഃ. ഇതാണ് ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രം. അപ്പോൾ ചോദ്യം വരും, അപ്പോൾ 1ാമത്തെ സൂത്രം എന്താ? അതെന്താ പറയാത്തു? അല്ല, 1ാമത്തെ സൂത്രം ആമുഖാണ്, തുടങ്ങുകയാണ്. അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇനി നമുക്ക് ബ്രഹ്മത്തെ പറ്റി ചിന്തിക്കാം. ഇതാണ് 1ാമത്തെ സൂത്രം. മാഹാത്മ്യം പോലെ. ഇന്നലെ അപ്പോൾ നമ്മൾ ഭാഗവതം പറഞ്ഞു.
ഭാഗവതത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് പ്രധാനമല്ല എന്നല്ല, വിഷയം ഇതാണ്. ജന്മാദ്യസ്യതഃ. ഇനി നമുക്ക് ബ്രഹ്മത്തെപ്പറ്റി ചിന്തിക്കാം. ഇനി നാടൻ ഭാഷ പറഞ്ഞാൽ ഇനി നമുക്ക് ഈശ്വരനെ വിചാരം ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യം വരും, ഇപ്പം ഇതുവരെയോ? അല്ല, ഇതുവരെ എന്തൊക്കെയോ വിചാരം ചെയ്തല്ലോ. ഇതുവരെ എന്തൊക്കെയോ നമ്മൾ പലതിൻ്റെ പിന്നാലെ പോയി. സുഖം കിട്ടില്ല എന്ന് ഉറപ്പായില്ലേ? ഇല്ല. ഉറപ്പായില്ലേ? അതാണ് ചോദ്യം. ഇല്ല, ഉറപ്പായില്ല. എന്നാലും പോയിക്കോളൂ. അല്ലൊരാൾ പറഞ്ഞു ഉറപ്പായി, എന്നാൽ ഇങ്ങോട്ട് വരൂ. ഉറപ്പാവാണ്ട് വന്നിട്ടൊരു കാര്യമില്ല. അതാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ. കല്യാണം കഴിച്ചു, കുട്ടികളായി, പേരക്കുട്ടിയായി, കുറേ കാശുണ്ടാക്കി, എന്നിട്ടും തൃപ്തിയായില്ലല്ലോ. ഇല്ല, എന്നാൽ അങ്ങോട്ട് വരൂ. അതാണ് ഇനി നമുക്ക് ബ്രഹ്മത്തെ. കാരണം ഇങ്ങനെ പല മോഹങ്ങളും ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ഈശ്വരനിലേക്ക് തിരിയാൻ തോന്നില്ല. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബ്രഹ്മത്തെ വിചാരം ചെയ്യാം. സമാധാനമായിട്ടിരിക്കാൻ വേണ്ടി, എപ്പോഴും സുഖമായിട്ടിരിക്കാൻ വേണ്ടി ബ്രഹ്മത്തെ വിചാരം ചെയ്യാം. ഇവിടെയാണ് സുഖമിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ പറയും, ഞങ്ങൾ ഇപ്പം തന്നെ സുഖമായിട്ടിരിക്കുക, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭാഗവതം കേൾക്കാണ്ട് തന്നെ നല്ല സുഖം. പണ്ട് അത് തെറ്റിദ്ധാരണയാണ്. നമ്മളും അങ്ങനെ കുട്ടിക്കാലത്ത് വിചാരിച്ചു, ചെറുപ്പകാലത്തിൽ അങ്ങനെ വിചാരിച്ചത് സുഖമെന്നല്ലേ ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ത് വെറുതെ. ആ നേരത്ത് ഭാഗവതം കുറച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം തോന്നുന്നില്ലേ? എന്നും 5 6 അമ്മമാർ ഈ മെസ്സേജൊക്കെ അയക്കാറുണ്ട്, കുറച്ച് മുമ്പേ വേണ്ടതായിരുന്നു. എന്നും നമുക്ക് ചിരി വരും ഇതെന്നും ഇങ്ങനെ കാണുമ്പോഴേ. അതൊന്നും കുഴപ്പമില്ല, ഇതെന്നും ഇങ്ങനെ ഓരോ അമ്മമാരിങ്ങനെ കുറച്ച് മുമ്പേ വേണ്ടതായിരുന്നു പറയുമ്പോൾ ശരിയാണ്. അങ്ങനെ അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കും. എന്തായാലും നമ്മളിങ്ങനെയായി. നീ അവർക്ക് ഈ വിഷമം വേണ്ട അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്. പ്രദീപ്ത ശിരഹ ജലരാശിമിവ. എങ്ങനെ ഭാഗവത് അറിയാൻ മോഹിക്കണം? പ്രദീപ്ത ശിരഹ ജലരാശിമിവ. തലയ്ക്ക് തീ പിടിച്ചവൻ വെള്ളം അന്വേഷിക്കും പോലെ. എങ്ങനെ? തലയ്ക്ക് തീ പിടിച്ചാൽ പിന്നെയാവോ വിചാരിക്കുമോ? നമ്മൾ തലയ്ക്കിപ്പോൾ തീ പിടിച്ച് വിചാരിക്കുക, നിങ്ങളെന്ത് ചെയ്യും? എന്നോട് ചോദിച്ചിട്ടേ പോകുള്ളൂ. ആചാര്യൻ, ഞാനൊന്ന് പോയിട്ട് തലയൊന്ന് നനച്ച് വരാമെന്ന് പറയുമോ? ഏയ്, അവിടുന്ന് എണീറ്റ് പോയി ഇതേപോലെ സന്യസിക്കുക. ഇതുപോലെയാണ് ശാസ്ത്രത്തിൻ്റെ പിന്നാലെ ഓടുക. ഇങ്ങനെയാണ് സപ്താഹം കേൾക്കാൻ വേണ്ടി പുറപ്പെടേണ്ടതെന്ന് അർത്ഥം. അതുപോലെയൊന്നും നമ്മളിപ്പം ഉണ്ടോ? അത്രയ്ക്കൊന്നും നമ്മൾ പറ്റിയിച്ചാൽ, തരായിച്ചാൽ, ഫാൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കുക, കയ്യുള്ള കസേരയൊക്കെ നന്നായി, ഇങ്ങനെയൊക്കെ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ആലോചിക്കാൻ, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അത്രയ്ക്ക് ശ്രദ്ധ വേണമെന്നർത്ഥം. ആരംഭിക്കുന്നത് തന്നെ ജന്മാദ്യസ്യതഃ എന്ന് പറഞ്ഞ ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രമാണ്. അതിൻ്റെ താല്പര്യം എത്രയേ ഉള്ളൂ, വിസ്തരിക്കണമെന്നില്ല, അങ്ങനെ ചുരുക്കി പറഞ്ഞു പോകുക, അത്രയേ ഉള്ളൂ. ജന്മാദി അസ്യ യതഃ. യതഃ ഒരു ചോദ്യമാണത്. യതഃ ആരിൽ നിന്നും എന്നാണ്. ഈ ജന്മാദികളൊക്കെ എവിടെ നിന്നുണ്ടായി? ജന്മാദികൾ എന്ന് പറഞ്ഞാൽ ജനിക്കുക, വളരുക, വർദ്ധിക്കുക, കുറച്ച് കഴിഞ്ഞാൽ ക്ഷയിക്കുക, പിന്നെ ഇല്ലാണ്ടിയാവുക. ഇതെല്ലാത്തിനും ഉണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, ഇല്ലേ? മൃഗങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്, സസ്യങ്ങൾക്കില്ലേ? വിത്ത് വിതച്ചാൽ മുളയ്ക്കും, അങ്ങനെ വളരും, പുഷ്പിക്കും, കുറച്ച് കഴിഞ്ഞാൽ വാടും, കുറച്ച് കഴിഞ്ഞാൽ ആ മരം തന്നെ ഉണങ്ങും, ഇല്ലാണ്ടിയാവും. അതെങ്ങനെയെന്നുള്ള ചോദ്യം. അതാരാ നിയന്ത്രിക്കണത്? എന്താ അതിൻ്റെ ശക്തി? നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. നമ്മൾ ജനിച്ചിട്ട് അങ്ങനെ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞാൽ വളരെയില്ലേ, 6 മാസമായി, പിന്നെ ചോറൂണ്, അത് ഇത്, 1-ാം വയസ്സ്, 2-ാം വയസ്സ്, 3-ാം വയസ്സ്, പിന്നെ സ്കൂളിൽ കൊണ്ടാക്കി, അത് പഠിച്ചു, അങ്ങനെ പോയി, അങ്ങനെ +1 +2 ഡിഗ്രി, ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, പിന്നെ 19 വയസ്സായി, ഇങ്ങനെ പോയി 60 വയസ്സായി, ഷഷ്ടിപൂർത്തി, ശതാഭിഷേകം, പിന്നെയും വേണമെന്നൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് കാണാണ്ടേ പോകും, ഇല്ലേ? അയാൾ എവിടേക്ക് പോയി? എവിടുന്നേ വന്നു? എങ്ങനെ വളർന്നു? ഊണ് കഴിച്ച് വളരുകയാണെന്ന് പറഞ്ഞാൽ ഊണ് കഴിച്ചിട്ട് നമ്മൾ വളരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതെങ്ങനെയെന്നാണ് ചോദ്യം. നമ്മളിങ്ങനെ വളർന്ന് ഇങ്ങനെ പോയി 10-24 വയസ്സ് കഴിഞ്ഞപ്പോൾ എങ്ങനെ വളരൊന്നുമില്ല, പിന്നെ മാറ്റം വരികയാണ്, അല്ലേ? കൊടിമരം പോലെ എങ്ങനെ പോകുന്നുണ്ടോ? അങ്ങനെ വളർന്നു തുടങ്ങിയ 37 വയസ്സാകുമ്പോഴേക്ക് എന്താവും കഥ? അങ്ങനെയില്ല. അത് പിന്നെ എങ്ങനെ മാറ്റം വരുന്നു? അതെങ്ങനെ? ആരാണ് നിയന്ത്രിക്കുന്നത്? ഒരു ശക്തി ഉണ്ടല്ലോ. വ്യക്തി എന്ന് പറയുമ്പോൾ ആക്ഷേപം ഉണ്ടാവും, പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. അപ്പോഴാണ് മതങ്ങൾ തമ്മിലുള്ള മത്സരമൊക്കെ വരുന്നത്. അപ്പോഴാണ് അത് ഇന്നതാണെന്നുള്ളത്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. ഭാഗവതത്തിൽ സത്യം പരം ധീമഹി, ഇത്രയേ ഉള്ളൂ. ഒരു പരമമായ സത്യമുണ്ട്. നമ്മുടെ സൗകര്യത്തിന് എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഒന്നുണ്ടല്ലോ, അത് ക്ഷീണിച്ചു അല്ലെങ്കിൽ ഇല്ലാണ്ടി ആവണു, ആയിക്കോട്ടെ. ഇല്ലാണ്ടി ആവണത് എവിടെയൊക്കെയാണ് ഇല്ലാണ്ടി ആവുന്നത്? എവിടുന്ന് പൊന്തി എവിടെ മറഞ്ഞു? ഒരു തിരമാല കടലിൽ നിന്നുണ്ടായി, അവിടെ അങ്ങനെ നിന്നു, ഉയർന്നു, വലുതായി, താഴ്ന്നു, കടലിലേക്ക് തന്നെ
ഇല്ലാണ്ടായി, പിന്നെയും ഉണ്ടാവുന്നു അല്ലേ? കടലില്ലാണ്ടാവുന്നുണ്ടോ? തിരമാലല്ലാണ്ടാവുന്നുണ്ട്, പക്ഷെ കടലില്ലാണ്ടാവുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കടലും കുറച്ച് കഴിഞ്ഞ് നാളെ ഇല്ലാണ്ടേന്ന് വന്നേക്കാം, എന്നാലും ഈ ബ്രഹ്മം ബോധം ഇല്ലാണ്ടാവുന്നില്ല. ജന്മാദി അസ്യയത. ഈ ജന്മാദികളൊക്കെ എവിടെ നിന്ന്? ഇത് വിചാരം ചെയ്യാൻ വേണ്ടി പറയുന്ന സൂത്രമാണ്. ആത്മവിചാരത്തിന് പറ്റിയൊരു സൂത്രം. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വിചാരം ചെയ്യണം. വെറുതെ ഇരിക്കുമ്പോഴല്ല, എപ്പോഴും ഇത് വിചാരം ചെയ്യാൻ വേണ്ടത്. എന്നാലും ദുഃഖം നീങ്ങണമെന്നുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇതിങ്ങനെ വിചാരം ചെയ്യുക. എവിടുന്നുണ്ടായി, എന്താ കഥ? നമ്മളിങ്ങനെ മറ്റുള്ളവരെ പറ്റി വിചാരം ചെയ്യുന്നതിന് പകരം അവനവനെ പറ്റി വിചാരം ചെയ്യുക. അതാണ് ഈ സൂത്രത്തിൻ്റെ താല്പര്യം. ഇനിയിപ്പോൾ അതിന് ഉത്തരം പറയുകയാണ് അടുത്തത്. അന്വയാത് ഇതരതഃ. അന്വയാത് ഇതരതഃ. ഈ കാണുന്നതൊക്കെ ബോധത്തിൽ നിന്നുണ്ടായി. നിങ്ങളൊക്കെ ഇപ്പോൾ എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാ, ഞാൻ കണ്ണു തുറന്നപ്പോൾ ഉണ്ടായി. എന്താണ്? ഞാൻ കണ്ണടച്ച നിങ്ങളൊന്നുമില്ല, ഉണ്ടോ? നിങ്ങളൊക്കെ നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എന്നിൽ. എവിടെയാ? ഞാൻ എന്നൊരു സംഗതി ഉള്ളപ്പോഴേ നിങ്ങളൊക്കെ പ്രസക്തിയുള്ളൂ. ഞാൻ തന്നെ ഇല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി എനിക്കറിയൂ, ഉണ്ടോ? ഈ കാണുന്ന പ്രപഞ്ചം ആരുണ്ടെങ്കിലേ ഉള്ളൂ? ഞാനുണ്ടെങ്കിലേ ഉള്ളൂ. ഞാനില്ലെങ്കിൽ ഈ പ്രപഞ്ചവും ഇല്ല. അവിടെയൊക്കെ എടുക്കണം. ബ്രാക്കറ്റിൽ എന്തിടണം? എന്നെ സംബന്ധിച്ച് എപ്പോഴും വെക്കണം. എന്താണ്? ഇപ്പോൾ 7 ദിവസത്തെ കയ്യിൽ വെച്ചോളൂ, എന്നെ സംബന്ധിച്ച്. അതെപ്പോഴും വെക്കണം ഈ പറയുമ്പോഴൊക്കെ. അല്ലെങ്കിൽ സംശയവും, ഞാനില്ലെങ്കിലും ഈ പ്രപഞ്ചമില്ലേ, ഞാനില്ലെങ്കിലും ഭാര്യ മക്കളും ഇല്ലേ. അതല്ല ചോദ്യം. തന്നെ സംബന്ധിച്ചുണ്ടോ എന്ന ചോദ്യം. അങ്ങനെയില്ല. അതെപ്പോഴും കയ്യിൽ വെക്കണം. അപ്പം ഞാനുണ്ടെങ്കിലാണ് നിങ്ങളൊക്കെ ഉള്ളത്. ആദ്യം ഞാനുണ്ട്, അപ്പോഴേ നിങ്ങളൊക്കെ. ഞാനില്ലെങ്കിൽ നിങ്ങളൊന്നുമില്ല. അപ്പം അടിസ്ഥാനം ഞാൻ തന്നെയാണ്. ഞാനുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. അതാണ് അന്വയം. എന്താണ്? ചേർച്ച. ഞാനുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ, ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. അതാണ് വ്യതിരേകം. അന്വയം, വ്യതിരേകം. ഇനി ഇവിടെ എടുത്താൽ ഉദാഹരണം, ഓടുണ്ടെങ്കിലേ വിളക്കുള്ളൂ. ഓടുണ്ടെങ്കിലേ വിളക്കുള്ളൂ, ഓടില്ലെങ്കിൽ വിളക്കില്ല. ഇനി ഈശ്വരൻ ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ, ഈശ്വരൻ ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല. അതാണിപ്പം ഈ സൃഷ്ടി നോക്കുമ്പോൾ. ഇനി മറ്റൊന്ന്, പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരനുണ്ട്. എന്താണ്? അത് ശ്രദ്ധിക്കണം കേട്ടോ. പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരനുണ്ട്. വിളക്കില്ലെങ്കിലും ഓടുണ്ട്. ഓടില്ലേണ്ടി ആവണില്ല. അത് ഉരുളിയുടെ രൂപത്തിലോ ഇനി അതല്ലെങ്കിൽ ഒരു ഓടിൻ്റെ ഉണ്ടയായിട്ടോ എന്തായാലും എന്തുണ്ട്? ഓടവിടെ ഉണ്ട്. ഇപ്പം നാമരൂപങ്ങൾ മറഞ്ഞാലും വസ്തുവിന് എന്തില്ല? മാറ്റമില്ല. നാളെ ഈ കാണുന്ന രൂപം പോയാലും ഞാൻ ഉണ്ട്. എനിക്കൊരു മാറ്റവും ഒരു കാലത്തും ഇല്ല. ദേഹത്തിന് മാറ്റം ഉണ്ടാവും, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മാറുന്നുണ്ട്. നമ്മളങ്ങനെ അറിയണില്ല. നമ്മൾ 10 കൊല്ലം കൂടുമ്പോഴേ അറിയണുള്ളൂ എന്ന് മാത്രം. പഴയ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് എന്നും മാറുന്നുണ്ട്. അതൊരു ദിവസം കണ്ട് മാറിയതല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ എന്നുള്ളത് നമ്മുടെ മനസ്സൊക്കെ എപ്പോഴും ചെറുപ്പമല്ലേ അല്ലേ? ഏജ് എന്ന് പറഞ്ഞാൽ നമ്പറാന്ന് പറയണില്ലേ വലിയമ്മ, മുത്തശ്ശിയൊക്കെ പറയും. അത്രയേ ഉള്ളൂ. അത് മനസ്സിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ വാശിക്കുന്നൊരു കുറവ് ഇപ്പോഴും വന്നിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം. അപ്പം പിന്നെ ആത്മാവിൻ്റെ കാര്യം പറയണം. അത് അന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റവും അതിനില്ല. ഈ യന്ത്രത്തിന് ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു പഴക്കം വരും, പിന്നെ അത് വേണ്ടതുപോലെ വർക്ക് ചെയ്യേണ്ടിയാവും, അത് നമ്മൾ ഒഴിവാക്കും. അത്രയേ ഉള്ളൂ. അന്വയം എന്ന് പറഞ്ഞാൽ ചേർച്ച, വ്യതിരേകം എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക. ഇതാണ് വിചാരം ചെയ്യാനുള്ള മാർഗം. ഈശ്വരൻ ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചമുള്ളൂ, ഈശ്വരൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല, ഈ പ്രപഞ്ചമില്ലെങ്കിലും ഈശ്വരനുണ്ട്. ഇതാണ് വിചാരം ചെയ്യാനൊരു വഴി. കടലുണ്ടെങ്കിലേ തിരമാലുള്ളൂ, കടലില്ലെങ്കിൽ തിരമാലയില്ല, തിരമാലയില്ലെങ്കിലും കടലുണ്ട്. അങ്ങനെ വിചാരം ചെയ്തു നോക്കും. അതാണ് വഴി. ചില ചോദിക്കും ഇങ്ങനെ വിചാരം ചെയ്യണത് എന്തിനാ, വേറെ എന്തെങ്കിലും വിചാരം ചെയ്താൽ പോലെ. ഇത് വിചാരം ചെയ്യല്ലാണ്ട് ദുഃഖം നീങ്ങാൻ വേറെ വഴിയില്ല. നിങ്ങൾ പേരക്കുട്ടിയെ വിചാരം ചെയ്ത് ദുഃഖിപ്പിക്കും, നാളെ ഭർത്താവിനെ, ഭാര്യയെ, ബാങ്ക് ബാലൻസ് ഒക്കെ വിചാരം ചെയ്ത് നാളെ ദുഃഖിപ്പിക്കും, ഉറപ്പ്. ഇപ്പം ദുഃഖിപ്പിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ ദുഃഖിപ്പിക്കും. അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഇത് വിചാരം ചെയ്യൂ. ജന്മാദ്യസ്യതഃ അന്വയാത് ഇതരതഃ ച അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട്. ഇതെല്ലാത്തിലും ഉണ്ട്. അർത്ഥേഷു അഭിജ്ഞഃ, സകല വസ്തുക്കളിലും അഭിജ്ഞനായും കൊണ്ട്, അറിവായും കൊണ്ട് ഈ ഒരു തത്വം പ്രകാശിക്കുന്നുണ്ട്. ഇത് ചിലരിൽ മാത്രം പ്രകാശിക്കുന്നതല്ല എന്നർത്ഥം. ചിലരിലെ നമ്മളെ സംബന്ധിച്ച് പ്രകടാവുള്ളൂ, അത്രയേ ഉള്ളൂ. അതിലില്ല എന്നർത്ഥമില്ല. നമുക്ക് ചിലരെ കാണുമ്പോൾ മഹാത്മാവാ തോന്നില്ല, കാരണം അതിൽ നമുക്ക് തോന്നണില്ല എന്നർത്ഥമുള്ളൂ. അതിൽ ഈശ്വരനില്ല എന്നർത്ഥമൊന്നുമില്ല.
എല്ലാ വസ്തുക്കളിലും ഉണ്ട്. ഇവിടെ ജഡം എന്ന് നമ്മൾ പറയുന്ന വസ്തുക്കളിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. കല്ലിലുണ്ട്, മുള്ളിലുണ്ട്, സസ്യത്തിലുണ്ട്, പക്ഷികളിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, മനുഷ്യരിലുണ്ട്. ഇതിലൊക്കെ ആരുണ്ട്? ഈശ്വരനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, ഇതൊക്കെ ഈശ്വരനിലാണ് അങ്ങനെ പറയേണ്ടത്. പക്ഷെ ആദ്യം നമുക്കത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് ഇതിലൊക്കെ ഈശ്വരനുണ്ട്. തൂണിലും തുരുമ്പിലും ഉണ്ടെന്നൊക്കെ പറയണില്ലേ? അങ്ങനെയല്ല, തൂണും തുരുമ്പൊക്കെ ഈശ്വരല്ല. എല്ലാം ഇരിക്കുന്നത് അടിസ്ഥാനം ആരാണ്? ഈശ്വരനാണ്. അതാണ് സ്വരാട്. അത് ഇല്ലാണ്ടിയാക്കാൻ ഒരിക്കലും പറ്റില്ല. ഈശ്വരനെ ഇല്ലാണ്ടിയാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ഞാൻ എന്നുള്ള അനുഭവം നമുക്ക് ഇല്ലാണ്ടിയാക്കാൻ പറ്റുമോ? പറ്റും. ഈശ്വരനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് സംശയമൊക്കെ ഉണ്ടാവും അല്ലേ? ഒരു സംശയമില്ലാത്ത കാര്യം എന്താ? ഞാനുണ്ട്. സംശയമുണ്ടോ? ഞാനുണ്ട് പറഞ്ഞ ഞാനുണ്ടെന്നല്ല, നിങ്ങളൊക്കെ ഉണ്ട് പറയണില്ലേ? അതിന് സംശയമുണ്ടോ? ഉണ്ടോ? നമുക്ക് പുസ്തകം വായിച്ച് പഠിക്കണം ഞാനുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു സെമിനാർ. അത് പങ്കെടുത്തപ്പോൾ മനസ്സിലായി, ഉണ്ട് കേട്ടോ, അത്രയും കാര്യം ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. വേണം ഗുരുനാഥൻ വന്ന് ഉപദേശിക്കണം, പ്രാണായാമം ചെയ്യണം, നാമം ജപിക്കണം, അമ്പലത്തിൽ പോയി തൊഴുത് വഴിപാട് കഴിച്ചാലേ ഞാനുണ്ടോ എന്നുള്ളത് ബോധ്യമുള്ളൂ. ഈശ്വരനുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ബോധ്യം ഇല്ലെങ്കിൽ പോലും എന്തോ ഉറപ്പുണ്ട്, ഞാനുണ്ട് എന്തായാലും. അതിലൊരു സംശയവുമില്ല. അതെന്താ ഓഫാവാത്തത്? അത് ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനില്ലേ? ഉറങ്ങുമ്പോഴും ആരുണ്ട്? എല്ലാം ഓഫാവണമെന്നില്ല, അപ്പോഴും ഞാനുണ്ട്. കാരണം പിറ്റേ ദിവസം പറയണില്ലേ, ഇന്നലെ എങ്ങനെയാണ് ഉറങ്ങിയത്? സുഖമായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിച്ചും കൊണ്ട് ആരിയ്ക്കുന്നുണ്ട് അവിടെ? ഒരാളിരിക്കുന്നുണ്ട്. അപ്പോഴും ആര് പോയിട്ടില്ല? ഞാൻ പോയിട്ടില്ല, ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇത് മരിച്ചാലും ആരിയ്ക്കും? ഞാനിരിക്കും എന്നറിയാം ജ്ഞാനികൾക്ക് എന്നുള്ളത് കൊണ്ട് അവർക്ക് മരണം പേടിയില്ല. നമുക്ക് നിശ്ചയില്ലാത്തതുകൊണ്ട് പേടി കൂടി വരികയാണ്. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക, ഭയം ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ കുറേയൊക്കെ മാനസിക പ്രശ്നങ്ങൾ തീരും. ഇല്ലെങ്കിൽ പ്രായമാവും തോറും ഇത് വർദ്ധിക്കും. ചിന്തകൾ കൂടും തോറും മനസ്സ് ചീത്തയാവും, പിടിച്ചാൽ കിട്ടാണ്ടാവും. അതുകൊണ്ട് കഴിവതും പ്രായമാവും തോറും എന്ത് ചെയ്യണം? ചിന്തകളുടെ എണ്ണം അങ്ങനെ കുറയ്ക്കുക. ഇനി പുതിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാണ്ടിരിക്കുക. പലപ്പോഴും അങ്ങനെയല്ല, റിട്ടയറായ പിന്നെ എല്ലാതെ എന്നിട്ട് മത്സരം അങ്ങനെ കൂടി പിന്നെ സമാധാനമില്ല. അവസാനം ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷീണിക്കും. അപ്പോഴും മനസ്സ് അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഭാരം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ, നേരത്തെ വേണ്ടതാണ്, ഇനി പോട്ടെ, ഒരു പ്രായം കഴിഞ്ഞാലെങ്കിലും കുറച്ച് വന്നാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നല്ല ലെസ് ലഗേജ് മോർ കംഫേർട്ട്. യാത്ര ഒന്നുകൂടി സുഖകരമാവും. അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മഹൃദ. പണ്ട് ഈ തത്വം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പോലും മറന്നുപോയി. ആദികവി പറഞ്ഞ ബ്രഹ്മാവാണ്. ഭാഗവതം ബ്രഹ്മാവിനെയാണ് ആദികവി എന്ന് പറഞ്ഞത്. നമ്മൾ ആദികവി പറയാ വാൽമീകിയാണ്. ഈ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ട് ആദികവി ആരാ ചോദിച്ചാൽ ബ്രഹ്മാവെന്ന് എഴുതിയ മാർക്ക് കിട്ടില്ല. അതിനെന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാർക്ക് കിട്ടാനല്ല, നമ്മൾ ശാന്തി കിട്ടാനാണ് ഭാഗവതം പഠിക്കുന്നത്. ആദികവി ബ്രഹ്മാവാണ്. ആദികാവ്യം ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചമാകുന്ന ആദികാവ്യം രചിച്ചത് ആരാ? അത് ബ്രഹ്മാവായതുകൊണ്ട് ഇവിടെ ബ്രഹ്മാവിനെയാണ് ആദികവി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആദികവിയായിരിക്കുന്ന ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സമയത്ത് ആകെ ഒരു പരിഭ്രമം നമുക്കും ഉണ്ടാവും. സൃഷ്ടിക്കുന്നത് വരാനുള്ളത് പോലെയല്ല സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മമത ബാധിക്കും. എനിക്കങ്ങനെ ആരോടൊന്നുമില്ല കേട്ടോ, എന്നൊന്നും ബാധിക്കൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല പറഞ്ഞ ആൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാറി. കുട്ടിയോടൊരു സ്നേഹം കൂടും ഇല്ലേ? വീഡിയോ കോൾ ചെയ്യുക, അതിനോട് പാട്ട് പാടിപ്പിക്കുക ഇല്ലേ? ഒരു മമത ഉണ്ടാവണില്ലേ? താൻ സൃഷ്ടിച്ച വസ്തുവിനോടൊരു സ്നേഹം ഉണ്ടാവണില്ലേ? അതും പഠിക്കണം എന്ന് ആഗ്രഹം ഇല്ലേ? അതിന് ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലേ? അതിൻ്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ വിഷമമില്ലേ? എന്തൊക്കെ വഴിപാട് അയാൾ കഴിക്കണില്ല, അമ്മയും അച്ഛനുമാണ് കഴിക്കുന്നത്. എന്താ അത് എന്ന ചോദ്യം. അതാണ് മമത. ഈ ഒരു പ്രശ്നം ബ്രഹ്മാവിനും ഉണ്ടായിരുന്നു. ദുഃഖത്തിന് കാരണം മമതയാണ് കേട്ടോ. അഹന്ത, മമത, ഇതാണ് ദുഃഖത്തിന് കാരണം. ആ സമയത്ത് ബ്രഹ്മാവ് ഈ ദുഃഖം നീങ്ങാൻ ഭഗവാനെ ആശ്രയിച്ച സമയത്ത് ആ ഭഗവാൻ ബ്രഹ്മദേവൻ്റെ ഉള്ളിൽ തേനെ വിസ്തരിച്ചു. തനു വിസ്താരേ, ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഇത് ബോധിപ്പിച്ചു. അന്ന് ഭാഷയൊന്നുമില്ലല്ലോ, ഭാഷ ആവശ്യമില്ല കേട്ടോ. നമുക്കാണ് ഈ ഭാഷയൊക്കെ. മഹാത്മാക്കൾക്ക് എന്താ ആവശ്യമില്ല? ഭാഷയൊന്നും വേണ്ട. ദക്ഷിണാമൂർത്തിക്ക് വർത്തമാനമൊന്നുമില്ല. അങ്ങനെ ഇരുന്നാൽ അടുത്ത് വന്നിരിക്കുന്ന ആൾക്ക് സംശയങ്ങളൊക്കെ തീർന്നു, എണീറ്റ് പോവാം. ഭാഷയുടെ ആവശ്യമില്ല. സ്വപ്നത്തിൽ ഭാഷ വേണം. നമ്മൾ സ്വപ്നം കാണുന്നത് ഏത് ഭാഷയിലാണ്?
അവിടെ ഭാഷയിലെ അനുഭവം മാത്രമേ ഉള്ളൂ. സ്വപ്നം കാണുന്നത് ഏത് ഭാഷയിലാണ്? തമിഴില, മലയാളത്തിൽ ആണോ? ഏത് ഭാഷയിലാണ് കാണുന്നത്? അമേരിക്കയിൽ പോയി ഇംഗ്ലീഷിലാണ് സ്വപ്നം കാണുന്നത്? എങ്ങനെയാണ് കാണുന്നത്? അനുഭവം മാത്രമേ ഉള്ളൂ അവിടെ. നമ്മൾ അനുഭവിക്കുക മാത്രമേ ഉള്ളൂ. ഡയലോഗൊന്നുമില്ല. ഉണ്ടോ? നമ്മൾ ഉണർന്നിട്ട് പറയുകയാണെങ്കിൽ ചോദിച്ചു പറഞ്ഞതൊക്കെ ഒന്നും അവിടെ ഇല്ല. അവിടെ അനുഭവം മാത്രം. ജന്തുക്കൾ സ്വപ്നം കാണുന്നുണ്ട്, പൂച്ചയും നായൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഏത് ഭാഷയിലാണ് കാണുന്നതാവോ? എങ്ങനെയാണ് കാണുന്നത്? തെരുവ് നായകളൊക്കെ എങ്ങനെയാണ് കാണുക? എറണാകുളം ഭാഷയിൽ ആണോ? എങ്ങനെയാണ് കാണുന്നത്? ജർമ്മൻ ഷെപ്പേർഡ് ജർമ്മനിയിൽ സ്വപ്നം കാണും. എങ്ങനെയപ്പോൾ അത് കാണുക? അതൊരു ഭാഷയില്ല, അനുഭവം മാത്രമേ ഉള്ളൂ. ഇതുപോലെ തത്വം അറിയണമെന്ന് ആഗ്രഹിച്ച ബ്രഹ്മദേവന് ആ പരബ്രഹ്മം തൻ്റെ കൃപ കൊണ്ട് തത്വം പ്രകടിപ്പിച്ചു. അല്ലെങ്കിൽ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ശാന്തി നിറഞ്ഞു ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. നമുക്കുള്ള പാഠമാണ്. നമുക്കും ഇങ്ങനെ അറിയണമെന്ന് അതിയായ മോഹം ഉണ്ടെങ്കിൽ, ലേശമൊന്നും പോരട്ടു, അതിയായ മോഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും തെളിയും. പിന്നെയും തെളിയുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ വെച്ചാൽ വലിയ മോഹമൊന്നും ഇല്ല. പിന്നെ മോഹം ഉണ്ടെന്ന് കാണിക്കണം. അതിനു വേണ്ടിയാണ് എന്ത് പറയുന്നത്? മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ആരടുത്ത് പോയി പറയണ്ട അങ്ങനെയൊന്നും. മോഹം ഉണ്ടെങ്കിൽ തെളിയും. നമുക്ക് മറ്റ് പല വിഷയങ്ങളോടുള്ള അത്രയ്ക്ക് മോഹം ഇപ്പോഴും ഈ തത്വത്തിനോടില്ല. മറ്റ് പലതിനും വേണ്ടി സമയം ചെലവാക്കുന്നത് പോലെ ചെലവാക്കുന്നുണ്ടോ? അത് ചോദ്യം. ഉണ്ടോ? കാശുണ്ടാക്കാൻ വേണ്ടി സമയം ചെലവാക്കുന്നത് പോലെ ഭാഗവതം അറിയാൻ ചെലവാക്കുന്നുണ്ടോ? ഇത്ര ചോദ്യമുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരും പറയാൻ മനസ്സിലാവില്ല. മക്കൾക്ക് വേണ്ടി, പേരക്കുട്ടികൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി സമയം ചെലവാക്കുന്നത് പോലെ ഭാഗവതത്തിന് വേണ്ടി അതന്നെയാണെന്നർത്ഥം. താല്പര്യത്തിനനുസരിച്ചാണ് എന്തും ബോധ്യമാവുക. നമുക്ക് താല്പര്യമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രാധാന്യം അറിയുമ്പോഴേ താല്പര്യം ഉണ്ടാവുള്ളൂ. അതിനാണ് ഈ പ്രാധാന്യം ബോധിപ്പിക്കുന്നത്. തേനേ ബ്രഹ്മഹൃദയാദി കവയേ മുഹ്യന്തി യത് സൂരയഃ. ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയമെങ്കിലും സൂരയഃ അപി മുഹ്യന്തി, സൂര്യകൾ പോലും മോഹിക്കുന്നു. സൂരയഃ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾ എന്നർത്ഥം. ബുദ്ധിയുള്ളവർ പോലും മോഹിക്കുന്നു. വലിയ വലിയ അറിവുള്ളവർ പോലും ക്ലേശിക്കുന്നു. സത്യമാണ്. ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ജോലിയുള്ളവർ, കാശുകാരൊക്കെ മോഹിക്കുന്നില്ലേ? മോഹിക്കുക പറഞ്ഞാൽ സ്വൈരല്യായിട്ടിരിക്കുന്നത് കാണാറില്ലേ? അല്ലേ? പദവിയുണ്ട്, അധികാരമുണ്ട്, കാശുണ്ട്, സൗന്ദര്യമുണ്ട്, ബന്ധുക്കളുണ്ട്, എന്നിട്ടും വിഷമാണ്, ദുഃഖമാണ്. അതാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ മോഹിക്കുന്നു? സത്യം അറിയാത്തത് കൊണ്ട് മോഹിക്കുന്നു. ഈ ഒരു തത്വം പിടികിട്ടാത്തത് കൊണ്ട് മോഹിക്കുന്നു. ഈശ്വരനെ വ്യക്തമായി അറിയാത്തത് കൊണ്ട് മോഹിക്കുന്നു. തേജോ വാരി മൃതാം. എങ്ങനെയാണ് ആ മോഹം എന്നുള്ളത് പറയുക? തേജസ് കണ്ട് വാരി എന്ന് വിചാരിക്കുക, അഗ്നി കണ്ട് വെള്ളം എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തീ കണ്ട് വെള്ളം എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പ്രതിഭാസം മരുമരീചികയിലുണ്ടാവും. ഈ മരുഭൂമി പോയി കഴിഞ്ഞാൽ അവിടെ മരുമരീചിക എന്ന് പറഞ്ഞൊരു രീതി, ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അത് മരുഭൂമിയുടെ സ്വഭാവമാണ്. ചില ദിക്കിൽ വെള്ളം ഉണ്ടെന്ന് തോന്നും, വെയിലടിച്ചിട്ട് തോന്നുക. അപ്പം മൃഗങ്ങൾ ഓടുത്തെ വെള്ളം അവിടെ ഉണ്ട് കരുതിയിട്ട് അവിടെ വെള്ളം കിട്ടും. നല്ല ദാഹമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വെള്ളം കുറച്ച് ദൂരത്തായിട്ട് കാണുന്നുണ്ട്, അവിടത്തെ വെള്ളം കിട്ടുന്ന കരുതി ഓടി അവിടെ കണ്ട് എത്തുമ്പം അവിടെ വെള്ളമില്ല. തോന്നിയതായിരുന്നു. നോക്കുന്ന സമയത്ത് കുറച്ച് ദൂരത്തെന്നുണ്ട്, വെള്ളം അവിടെയുള്ളത്. വീണ്ടും ഓടും. അവിടെ എത്തിയപ്പം ഇവിടെയില്ല. കുറച്ച് ദൂരത്തായിട്ട് വെള്ളം കാണും. നമ്മളെപ്പോലെ തന്നെ നമ്മളും അങ്ങനെ സ്കൂളിൽ പോയാൽ സമാധാനമാവുമെന്ന് കരുതി കുറേ അങ്ങനെ സ്കൂളിൽ പോയി. അവിടെ ഇല്ല സുഖം, അവിടെ ഇല്ല. എന്നാൽ ജോലി കിട്ടിയ സുഖമാവുമെന്ന് കരുതി. അവിടെയാണ് മരുമരീചിക. അതാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ദാഹം തീരും, ആ വെള്ളം കുടിച്ച സമാധാനമാവും, പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് കരുതി ജോലി കണ്ട് കിട്ടിയപ്പോൾ ഇവിടെയില്ല. കല്യാണം കഴിഞ്ഞാൽ മാറും, അവിടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ ദുഃഖം തീരും. കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെയില്ല. പിന്നെ കുഞ്ഞിക്കാല് കണ്ടാൽ ദുഃഖം മാറും, കണ്ടിട്ടോ അവിടെയില്ല. അപ്പം അങ്ങനെ പോയി ഇപ്പം എത്രയായില്ലേ? ഇപ്പോഴും സമാധാനമായില്ലല്ലോ. അത് ചോദ്യം. അതാണ് മരുമരീചിക. ആഗ്രഹങ്ങളുടെ പിന്നാലെ അങ്ങനെ ഓടുകയാണ്. ഓരോ ആഗ്രഹം കഴിയുമ്പോൾ സുഖാവെന്ന് കരുതും, പക്ഷേ ആഗ്രഹം കണ്ട് കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം മുളക്കേ. ഇതുവരെയും ആഗ്രഹങ്ങൾ പൂർണ്ണമായി തീർന്നില്ല. തീ കണ്ട് വെള്ളം എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എടുത്ത് ചാടിയാൽ. തേജോവാരി. അവിടെ മരുഭൂമിയിൽ വെള്ളം കാണുന്നത് തീയിൻ്റെ അഗ്നി, സൂര്യപ്രകാശം കൊണ്ടാണ്.
പക്ഷെ അത് കണ്ടിട്ട് വെള്ളമായിട്ട് തോന്നിയില്ലേ? എന്തൊരു തെറ്റിദ്ധാരണ! ഇതുപോലെ ഈശ്വരനെ കണ്ടിട്ടും പ്രപഞ്ചമായിട്ട് വിചാരിക്കുന്നുവല്ലോ, എത്ര കഷ്ടം! അരണ്ട വെളിച്ചം ഉള്ള സമയത്ത് വേണ്ടത്ര വെളിച്ചമില്ല, സന്ധ്യാസമയമാണ്. നോക്കിയ സമയത്ത് പാമ്പ് അത് കൊത്താൻ വരുന്നത് പോലും ചീറ്റുന്നത് പോലും തോന്നുകയാണ്. വാസ്തവത്തിൽ പാമ്പല്ല, തൊട്ട് മുമ്പിൽ പോയ അമ്മയുടെ തലേന്ന് മുല്ലമാല വീണതാ. പക്ഷേ സന്ധ്യാസമയമാണ്. വെളിച്ചമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടില്ല. സപ്താഹം കേട്ട് ചോദിച്ചാൽ അവിടെയും പടിയും കേട്ടു, പൂർണ്ണമായിട്ട് കേട്ടില്ല. അല്ലെ കേൾക്കാണ്ടിരിക്കുക, എന്നാൽ ഒരു പാമ്പിൽ തന്നെ കാണില്ല, അങ്ങോട്ട് പോയി കൊടുക്കുന്നു. അതും പ്രശ്നമാണ് കേട്ടോ. കടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ കടിച്ചൊന്നും വരും പാമ്പാണെങ്കിൽ. ഒന്നും അറിയാത്തവനും വലിയ വിഷമം ഉണ്ടാവില്ല, ഒക്കെ അറിഞ്ഞവനും ഒരു വിഷമം ഉണ്ടാവില്ല. ഇത് ലേശം അറിഞ്ഞ ആൾക്കാണ് അങ്ങനെ കുറച്ച് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് കുഴപ്പം. ഇനി ഒരു ബുദ്ധി ഇല്ലാണ്ടിരിക്കണം, അങ്ങനെ വലിയ കുഴപ്പമില്ല. പറ്റിച്ചാൽ തന്നെ അറിയില്ല, പറ്റിച്ചു ഞാൻ അറിഞ്ഞില്ല, അതറിയാനുള്ള ബുദ്ധിയില്ല. മനസ്സിലാവുന്നില്ലേ? അതാണ് ബുദ്ധിജീവികൾ പോലും മോഹിക്കുന്നു പറയാൻ കാരണം. ബുദ്ധിയുള്ളതാ പ്രശ്നം. നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ വഞ്ചിച്ചുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് പ്രശ്നം, ഇല്ലേ? ആ പ്രശ്നം ഇല്ലെങ്കിലോ, വഞ്ചിച്ചാൽ അറിയണില്ലെങ്കിലും കുഴപ്പമില്ല, അയാൾ സമാധാനമായിട്ട് അങ്ങനെ പോയിക്കോളും. തേജോവാരി, തേജസ് കണ്ട് വെള്ളം എന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വെള്ളം കണ്ട് മണ്ണാണെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. നിലാവുള്ള സമയത്താണെങ്കിൽ കുളം കണ്ടാൽ മൈതാനായിട്ട് തോന്നും. ക്രിക്കറ്റ് കളിക്കട്ടോ, നല്ല ഗ്രൗണ്ടാണ് ഒക്കെ വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ പായലൊക്കെ വന്നിട്ട് അങ്ങനെ ചില സ്ഥലം കാണാം, കുളമൊക്കെ ഗ്രൗണ്ട് പോലെ തോന്നും. അതൊക്കെ വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അറിവ് സമ്പാദിക്കണം, വെളിച്ചുണ്ടാവണം. പാമ്പിനെ കണ്ടു ദുഃഖിക്കണ്ട, കയ്യിലൊരു ടോർച്ച് കരുതിയാൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് ആ പാമ്പല്ല കേട്ടോ, ഇത് പ്രപഞ്ചമല്ല കേട്ടോ, ഇത് ഈശ്വരനാണ്. വിഷമിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, സമാധാനമായിട്ട് കഴിയാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഗവതമാകുന്ന ടോർച്ച് കയ്യിൽ വെച്ചാൽ ജീവിതം സുഖാവും എന്നാണ് ഇപ്പം പറഞ്ഞത്. തേജോവാരിമൃതാം യഥാ വിനിമയഃ യത്ര ത്രിസർഗോ അമൃഷ. ഈ ത്രിസർഗം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളെ കൊണ്ടുള്ള സൃഷ്ടി, സത്വം രജസ് തമസ്, ഇതാണ് 3 ഗുണങ്ങൾ. ഇതിൻ്റെ ചേർച്ച കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. അത് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, സമ്മതിക്കുക, കാണുന്ന സ്ഥിതിക്ക് ഇല്ല പറയണില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് ഇല്ലാണ്ടാവും. അതുകൊണ്ട് അത് അമൃഷ, ഉള്ളതുപോലെ തോന്നുന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ മിഥ്യ എന്നാണ് പറയുക. അതാണ് അസത്യം എന്ന് പറഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചം എന്താണ്? പ്രപഞ്ചം മിഥ്യ. മിഥ്യ പറഞ്ഞാൽ ഇല്ലാത്തതാണ് അർത്ഥമില്ല കേട്ടോ. ഇല്ലാത്തതാണെന്ന് വെച്ചാൽ വേണ്ട എന്ത് പറയായിരുന്നു? അസത്യം എന്ന് പറയായിരുന്നല്ലോ അല്ലേ? ബ്രഹ്മസത്യം ജഗത് അസത്യം എന്ന് പറയാം, പക്ഷെ പറഞ്ഞിട്ടില്ല. ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ. മിഥ്യ പറഞ്ഞാൽ ഉള്ളതുപോലെ തോന്നും, പക്ഷേ അറിവുണ്ടായാൽ ഇല്ലാണ്ടാവും. പാമ്പ് ഉള്ളതുപോലെ തോന്നി എത്ര വരെ? ടോർച്ചടിക്കും വരെ. ടോർച്ചടിച്ചപ്പോൾ എന്ത് പോയി? പാമ്പ് പോയി എന്നുള്ളത് കൊണ്ട് സത്യം എന്ന് പറയാൻ വയ്യ, പോകണ്ടേ? അത് പോകാണ്ട് അവിടെ ഇരിക്കുക സത്യം എന്ന് പറയായിരുന്നു. ഇപ്പം ദുഃഖം അസത്യമാണെന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭാഗവതം പഠിച്ചാൽ അത് പോവും. അതുകൊണ്ട് ദുഃഖത്തെ സത്യമായിട്ട് പറയാൻ വയ്യ. വിളക്ക് സത്യമായിട്ട് പറയാൻ വയ്യ, എന്താ കാരണം? നാളത് പോവും. പക്ഷെ ഓട് സത്യ, അത് പോവില്ല. ആ വിളക്ക് പൊട്ടിയാലും ഉടഞ്ഞാലൊന്നും ഓടിനൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ചിലർ ചോദിക്കും, വിളക്കായിട്ട് കണ്ടാൽ ഇപ്പം എന്താ കുഴപ്പം അല്ലേ? ഞാനിപ്പം ഭാര്യയായിട്ട് കണ്ടു, മക്കളായിട്ട് കണ്ടു, സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ദുഃഖിക്കേണ്ടി വരും, തന്നെ കുഴപ്പം. വിളക്കിനെ വിളക്കായിട്ട് കണ്ടാൽ അത് പൊട്ടിച്ച ദുഃഖം ഉണ്ടാവില്ലേ? നമ്മൾ ജോത്സ്യൻ്റെ അടുത്തേക്ക് ഓടില്ലേ? ഇല്ലേ? ഇല്ല. വിളക്കങ്ങോട്ട് പൊട്ടി. നേരെ മറിച്ച് മൂശാരിക്കോ ഒരു കുഴപ്പമില്ല, അയാൾ അത് അവിടെ തന്നെ ഉണ്ടല്ലോ, ഓടവിടെ ഉണ്ട്, അളവിനൊരു കുഴപ്പം പറ്റിയിട്ടില്ല, അയാൾക്ക് പേടിയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ഇത് ഓടിന് മാത്രം കാണുന്നത് കൊണ്ടാണ്. ഒരു തട്ടാനെ സംബന്ധിച്ച് മാല പൊട്ടിയാലും എന്തില്ല, ഒരു വിഷമം അയാൾക്കില്ല. കാരണം അദ്ദേഹം സ്വർണത്തെ കാണുള്ളൂ, നമുക്കോ വാർഷികത്തിന് വാങ്ങിയതാ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓൾഡ് ഫാഷൻ പുതിയതെന്നൊക്കെ വ്യത്യാസമുണ്ട്. തട്ടാനോ സ്വർണ്ണപ്പണിക്കാരന് വ്യത്യാസമുണ്ടോ? ഇനി പോട്ടെ, കക്കാൻ വരുന്ന കള്ളന് വ്യത്യാസമുണ്ടോ? അയാൾ പഴയത് വേണ്ട പറയുമോ? ഇത് ഓൾഡ് ഫാഷനാണ്, വേണ്ട, എടുക്കണ്ട, പുതിയതെടുക്കാം. അയാൾക്ക് അതൊന്നുമില്ല, അയാൾക്ക് സ്വർണം. ഇങ്ങനെ എന്ത് കാണുമ്പോഴും സ്വർണത്തെ മാത്രം കാണുന്നില്ലേ? വള കാണുമ്പോഴും മാല കാണുമ്പോഴും മുക്കുത്തി കാണുമ്പോഴും കമ്മൽ കാണുമ്പോഴൊക്കെ സ്വർണത്തെ മാത്രം കാണുന്നത് പോലെ ഇവിടെ ഇപ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോഴും ഇതൊക്കെ വാസ്തവത്തിൽ
ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെ എന്നറിയാൻ സാധിച്ചാൽ അയാൾക്ക് ദുഃഖമില്ല. തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ. ഇപ്പം കാണുന്നുണ്ട് പലത്, ശരിയാണ്, ഒരു കുഴപ്പമില്ല, കണ്ടോളൂ. പക്ഷേ നാളെ അതില്ലാണ്ടാവും. സ്വപ്നം പോലെയാണ്. സ്വപ്നം കാണുന്ന സമയത്തുള്ളതാണ്, പക്ഷെ ഉണർന്നാലും ഉണ്ടാവുമോ? ഉണർന്നാൽ ഉണ്ടാവില്ല. അതാ കുഴപ്പം, അതാണ് പ്രശ്നം. ഉണർന്നാലും ഉണ്ടെങ്കിൽ അത് സത്യമായിട്ട് കണക്കാക്കായിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം സത്യമല്ലേ ചോദിച്ചാൽ ജ്ഞാനികൾക്കതില്ല എന്നുള്ളത് കൊണ്ട് സത്യമല്ല. നമുക്കതുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വിവരം ഉണ്ടാകുമ്പോൾ ഈ കാണുന്നതൊക്കെ അസ്തമിക്കും എന്നുള്ളത് കൊണ്ട് ഇത് സത്യമായിട്ട് കണക്കാക്കാൻ വയ്യ. എന്നാൽ കാണുന്നത് കൊണ്ടത് സത്യമല്ല എന്നും പറയാൻ പറ്റില്ല. എന്നാൽ മിഥ്യാന്ന് വിളിച്ചോളൂ, അത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നീങ്ങും, ഉറപ്പ്. അതാണ് അമൃഷ. തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം. സ്വേന ധാംന, തൻ്റെ ധാംന പറ തൻ്റെ ഇടം കൊണ്ട്, തൻ്റെ ആ കഴിവ് കൊണ്ട് ഈ മായയെ നീക്കി എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമസത്യത്തെ ഞങ്ങളിതാ ധ്യാനിക്കുന്നു. സത്യം പരം ധീമഹി. ധീമഹി പറഞ്ഞാൽ ധ്യാനിക്കുന്നു. ആര് ധ്യാനിക്കുന്നു? ഞങ്ങളെല്ലാവരും ധ്യാനിക്കുന്നു. ഇവിടെ ഗുരു ശിഷ്യന്മാരും ഒരുമിച്ച് ധ്യാനിക്കുന്നു താല്പര്യം. അത് മാത്രമല്ല, ദുഃഖം നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ധ്യാനിക്കുന്നു. ധ്യാനിക്കുന്നു എന്നല്ല ശരിക്കർത്ഥം ധ്യാനിച്ചേ പറ്റൂ എന്നാണ്. എന്താണ് ധ്യാനിക്കുന്നു എന്ന് പറയാൻ? ധ്യായേമ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? ധീമഹി. ഇത് വൈദിക പ്രയോഗം. ഇതാണ് ഗായത്രിയിലും കാണാം. ഭർഗോദേവസ്യ ധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചേ പറ്റൂ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ധ്യാനിക്കുന്നു എന്നുള്ളതും ധ്യാനിച്ചേ പറ്റൂ എന്നുള്ളതും തമ്മിൽ എന്താ വ്യത്യാസം? ധ്യാനിക്കുന്നു, ധ്യാനിച്ചേ പറ്റൂ, എന്താ വ്യത്യാസം? വ്യത്യാസമില്ല. വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം വെച്ചാൽ ധ്യാനിക്കുന്നു പറഞ്ഞാൽ ധ്യാനിക്കുന്നു, ധ്യാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇത് ധ്യാനിക്കല്ലാതെ വേറെ ഒരു വഴിയില്ല. ഈ ഭാഗവതം പഠിക്കല്ലാതെ വേറൊരു വഴി നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ ഇല്ല. അതാണ് ഈ സത്യത്തെ ധ്യാനിക്കല്ലാണ്ട് വേറെ എന്ത് ധ്യാനിച്ചാലും ദുഃഖമുണ്ടാവും എന്ന് പറയാണ്ട് പറഞ്ഞതാണ്. അതാണ് പരം സത്യം ധീമഹി. പരമമായ സത്യത്തെ അല്ലെങ്കിൽ ആ പരമാത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നു. സത്യം എന്നാണ് ഇവിടെ വിളിച്ചത്. വിഷ്ണുവെന്നോ കൃഷ്ണനോ ശിവനെന്നോ ഒന്നും വിളിച്ചില്ല. കാരണം അങ്ങനെയൊക്കെ വിളിച്ച ചിലർക്കുള്ളൊരു വിഷമം ഉണ്ടാവില്ല. അത് ആർക്കും വിഷമം വേണ്ട. പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു പറഞ്ഞാൽ ഒരു ഭക്തന്മാർക്കും വിഷമമില്ല. കാരണം സത്യം എന്ന് പറയുമ്പോൾ അത് ആർക്കും അലോക്യമില്ല. ഗോഡ് ഈസ് ട്രൂത്ത് തന്നെയാണ് എല്ലാവരും പറയാം. ദൈവം സത്യമാണ്. ആ പരമമായ സത്യത്തെ ധ്യാനിക്കൂ. എന്തിനാ പരമമായ സത്യം എന്ന് പറഞ്ഞാൽ? സത്യം എന്ന് പറഞ്ഞാൽ പോരെ? സത്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സത്യമല്ലേ? ഇല്ലേ? പക്ഷേ സത്യം എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? നമ്മളിപ്പോൾ തൽക്കാലം സത്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പറയണം? താൽക്കാലിക സത്യം. നമ്മളൊക്കെ ആരാ? താൽക്കാലിക സത്യം. നമ്മളിപ്പോൾ നാളെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഉറപ്പൊന്നും പറയാൻ വയ്യ. 100 കൊല്ലം മുന്നേ ഉണ്ടായിരുന്നോ? അതില്ല. 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുമോ? അതും ഇല്ല. അപ്പോൾ ഈ കുറഞ്ഞ സമയങ്ങളുള്ളത് നമ്മളിനൊക്കെ സത്യം എന്ന് പറയാൻ പറ്റുമോ? കുറച്ച് നേരം നമ്മൾ വെള്ളം കലക്കുമ്പോൾ പദം ഉണ്ടാവും. സത്യമായിട്ട് കണക്കാക്കാറുണ്ടോ? അപ്പം പൊട്ടുവേ. പദം കാണുമ്പോഴേക്കും അത് പൊട്ടും. ഈ പ്രപഞ്ചത്തിൻ്റെ സമയം നോക്കിക്കഴിഞ്ഞാൽ, കാലം നോക്കിയാൽ നമ്മളുടെ ഈ 100 വർഷം എന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമാണ്. അത് കുറഞ്ഞ സമയം. കുറച്ച് നേരം അങ്ങനെ ഉണ്ടായില്ലാണ്ട് അവിടെ നിനക്ക് സത്യം എന്ന് പറയാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ താൽക്കാലിക സത്യം. പക്ഷേ നമുക്കും അടിസ്ഥാനമായ ഒന്നുണ്ട്. അതാണ് പരമമായ സത്യം. അതുകൊണ്ട് തൽക്കാലം ഈ താൽക്കാലിക സത്യത്തെ ധ്യാനിക്കണം നിർത്തിയിട്ട് ഈ ശാശ്വതമായ സത്യത്തെ ഒന്ന് ധ്യാനിച്ചാലോ? ഇനി ഒരു 7 ദിവസം സത്യത്തെ വിചാരം ചെയ്ത് നോക്കുമോ? അപ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാവും. അത് മനസ്സിലായവർ പിന്നെ എന്ത് ചെയ്യില്ല, പിന്നെ 7 ദിവസം കഴിഞ്ഞാലും വിടാണ്ട് പിടിക്കും. സുഖം മനസ്സിലായവർ. അല്ലാത്തൊരു വീണ്ടും താൽക്കാലിക സത്യത്തിൻ്റെ പിന്നാലെ പോവും, ദുഃഖിക്കും, ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് ചിരിക്കും. ചിരി കുറവായിരിക്കും കേട്ടോ, അല്ലാണ്ടുണ്ടാവില്ല. ഇടയ്ക്ക് ചിരിക്കും, പിന്നെ കൂടുതൽ ദുഃഖമായിരിക്കും. അതാണ് ഈ ലോകത്തധികവും നമ്മൾ കാണുക. കൂടുതൽ സമയം കരയുന്നു, അതിൻ്റെ ഇടയ്ക്ക് കുറച്ചങ്ങനെ ചിരിക്കും, വീണ്ടും കുറേ കരയുന്നു, പിന്നെ കുറച്ചൊന്ന് ചിരിക്കും, പിന്നെയും അങ്ങനെ ദുഃഖമായിരിക്കും കൂടുതലും ഉണ്ടാവുക. നേരെ മറിച്ച് ഈ സത്യത്തെ വിചാരം ചെയ്യുന്നവർക്ക് അവർക്ക് ദുഃഖമല്ല ഉണ്ടാവുക, ആനന്ദമായിരിക്കും ഉണ്ടാവുക. അതാണ് സത്യം പരം ധീമഹി. പരമാത്മാവിനെ ധ്യാനിക്കുക, വിചാരം ചെയ്യുക. അപ്പോൾ ചോദ്യം, എങ്ങനെയപ്പോൾ അതിന് നമുക്ക് ചില കഴിവുകളൊക്കെ വേണം. ആദ്യം നമുക്ക് ചിത്തശുദ്ധി ആവശ്യം.
ഇപ്പം ഈ പറഞ്ഞതൊക്കെ ഒരു ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത് സൂക്ഷിക്കാൻ സാധിക്കില്ല. സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ധർമാനുഷ്ഠാനം കൊണ്ട് മനസ്സിനെ ശുദ്ധാക്കണം. അതുകൊണ്ട് പ്രധാനമാണ് ആചാരങ്ങൾ, നമ്മളെ ചെയ്തികൾ, ചേഷ്ടകളൊക്കെ നമ്മൾ നിയന്ത്രിച്ച് വേണ്ടതുപോലെ ആക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കേൾക്കും, മനസ്സിലാവും, തൽക്കാലം കുറച്ചു നേരം നിൽക്കും, പോകുന്നല്ലാതെ ഇതൊന്നും പറഞ്ഞ കാര്യമൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അത് നമുക്ക് എഴുതി വെക്കണം, പുസ്തകത്തിൽ എഴുതി അത് 10 പ്രാവശ്യം വായിച്ചു നോക്കി അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ വേറെ എന്താ പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. ഇത് അങ്ങനെയുള്ള വിഷയമല്ല. എന്നിട്ടെന്താ കാര്യം? അങ്ങനെ നോക്കി പഠിച്ചുകൊണ്ട് അതൊന്നും കാര്യമില്ല. അപ്പം എന്ത് വേണം? സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് വേണം. അതെങ്ങനെയാണ്? ധർമ്മ, അതിനാണ് ധർമാനുഷ്ഠാനം. അതെങ്ങനെയുള്ള ധർമ്മമായിരിക്കണം? നമ്മളൊക്കെ ധർമ്മം അനുഷ്ഠിക്കുന്നവരല്ലേ? എന്നാ പറയട്ടെ, ആ ധർമ്മത്തെ പറ്റിയല്ല ഇവിടെ പറയണത്. പ്രോജ്ജിത കൈതവ ധർമ്മ, കളവ് ഒഴിവാക്കിയ ധർമ്മം അനുഷ്ഠിക്കണം. ഇപ്പം നമ്മൾ അനുഷ്ഠിക്കുന്നതൊക്കെ പലതും കിട്ടാൻ വേണ്ടി ധർമ്മം അനുഷ്ഠിക്കല്ലേ? പണം കിട്ടാൻ, പ്രശസ്തി കിട്ടാൻ, പേര് കിട്ടാൻ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലൊക്കെ എന്തുണ്ടാവും? എന്തെങ്കിലും ഒരു സ്വാർത്ഥത ഉണ്ടാവും. നമ്മൾ അങ്ങനെ അറിയില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ടാവും. ഞാൻ പിന്നെ ഒന്നിനും വേണ്ടിയല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പറയും. അത് പിന്നെ പറഞ്ഞാൽ പിന്നെ എന്തിനാ പറ്റുക? അപ്പം അതിലെന്ത് വരും? അതിലൊരു എന്തോ ഒരു സ്വാർത്ഥത ഉണ്ട് എന്നർത്ഥം. സൽക്കർമ്മൊക്കെയാണ് ചെയ്യണത്. കുറേ പേർക്ക് അതുകൊണ്ട് അയാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഉപകാരമൊക്കെ ഉണ്ടെങ്കിലും അതിലെന്തുണ്ട്? അതിൽ 4 ആളെ അറിയിക്കണം എന്നൊരു ത്വര ഉണ്ട്. അത് പെട്ടു, അതിൽ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ തൻ്റെ ആ സഹായം കിട്ടിയവർ തന്നോട് നന്ദി പറയണമെന്നൊരു വിചാരമുണ്ട്. കണ്ടില്ല, ഇത്രയൊക്കെ കൊടുത്തിട്ട് നന്ദി ഇല്ലേ? പോയി. നമ്മൾ പിന്നെ അയാളുടെ പിന്നാലെ നോക്കരുത്. അല്ല, നന്ദി പറയുന്നുണ്ടോ, കണ്ടാ ചിരിക്കുന്നുണ്ടോ, മിണ്ടണുണ്ടോ, എന്നാൽ ഇതിനെ കൊടുത്തു. പിന്നീട് പ്രശ്നം നമുക്ക് സൽക്കർമ്മം ചെയ്യുമ്പോഴുണ്ടാവുന്നുണ്ടോ? അപ്പോൾ അത് ധർമ്മമല്ല. ധർമ്മമല്ല പറഞ്ഞില്ല, അത് ഭാഗവത ധർമ്മമല്ല. കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുന്നുണ്ട് പറയില്ലേ? പണ്ടൊരാളങ്ങനെ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കിട്ടിയാളെന്നെ വീണ്ടും വന്ന് വാങ്ങുകയാണ്. കാരണം അയാളെന്തോട്ട് വാങ്ങി അയാളുടെ വകയായിട്ട് കൊടുക്കുക. വീണ്ടും വാങ്ങിയപ്പോൾ താൻ 2 പ്രാവശ്യം ഇതിലൂടെ വാങ്ങണോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, തന്നോട് ഗുരുവായൂരപ്പൻ എപ്പോഴെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ? എന്താണ് ചോദിച്ചാൽ കുടുങ്ങിയാൽ നമുക്കൊന്നും കിട്ടില്ല. അങ്ങനെ ഭഗവാൻ ചോദിച്ചോ? 10 പ്രാവശ്യം ഒന്ന് ചോദിക്കണോ ചോദിച്ചോ? അപ്പം അത്രയ്ക്ക് അഹന്ത. ഗുരുവായൂരപ്പനതില്ല, അഹന്ത ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് താൻ കൊടുക്കുന്നു എന്നൊരു വിചാരമുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. മറ്റത് ചോദിച്ചാൽ കൊടുക്കുക എന്നല്ലാതെ. അതുകൊണ്ട് അഹന്ത ഒട്ടും പാടില്ല. അങ്ങനെ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ നന്ദി പോലും പ്രതീക്ഷിക്കരുത്, പുഞ്ചിരി പ്രതീക്ഷിക്കരുത്, ഭാവിയിൽ തിരിച്ചു തരുന്നു പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ധർമ്മം ചെയ്യാൻ സാധിക്കുമോ? അത് വേണം. അങ്ങനെയാണെങ്കിലേ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ധർമ്മ പ്രോജ്ജിത കൈതവ. കൈതവം എന്ന് പറഞ്ഞാൽ കാപട്യം, കളവ് എന്നർത്ഥം. കളവ് ഒഴിവാക്കിയ ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ അഹന്ത മമത ഇല്ലാതെ ധർമ്മം അനുഷ്ഠിക്കണം. ഇനി എനിക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും വേണ്ട, ശാന്തി മാത്രം മതി എന്ന് ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കണം. ഇനി മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുന്ന ഏർപ്പാടൊക്കെ നിർത്തി. ഇനി മറ്റുള്ളവരുടെ മുന്നിൽ താൻ കേമനാവണം എന്നുള്ള വിചാരമൊന്നും, കേമനായാൽ മതി. എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ കേമനാവണമെന്നില്ല. നമുക്കിപ്പോൾ താൻ കേമനായാൽ പോരാ, മറ്റുള്ളവർക്ക് തോന്നും കൂടി വേണം. അതിന് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. അത് വേണ്ട. ഇനിയിപ്പോൾ അത് നിർത്തിയാൽ ഇനി പബ്ലിസിറ്റിക്കൊന്നും നോക്കണില്ല, ഇനി ഞാൻ സമാധാനമായിട്ട് ഇരിക്കാനുള്ള വഴി നോക്കുക എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ അയാൾ അനുഷ്ഠിക്കുന്ന ധർമ്മം ഭാഗവത ധർമ്മമായി. ഇപ്പം അങ്ങനെയല്ല എന്നർത്ഥം. ഇപ്പം പല ദിക്കിലും പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം പറയട്ടെ. ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളെ പറ്റി പറയില്ല, ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, അത്രയേ ഉള്ളൂ. ധർമ്മ പ്രോജ്ജിത കൈതവ. കാരണം ചിലർ ചോദിക്കാറുണ്ട്, എന്തായാലും ചെയ്യണ സൽക്കർമ്മല്ല തിരുമേനി, പേരെഴുതി വെച്ചാൽ എന്താ ചോദിക്കാറുണ്ട്. ചിലതിലെങ്കിൽ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള രജോഗുണത്തെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടുമുണ്ട്. ലോകത്ത് പല കാര്യങ്ങളും അങ്ങനെ നടക്കൂട്ടും. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പം അത് നിങ്ങൾ സ്വതവേ തന്നോളണമെന്നില്ല. പക്ഷെ എനിക്കെന്ത് പറയാം, നിങ്ങളുടെ പേര് ഞാൻ ഇവിടെ വിളിച്ച് പറയുമെന്ന് പറഞ്ഞാൽ തിരുമേനി ഞാൻ ലേശം ഇല്ലേ, മണ്ഡപം, പണ്ടൊരു അമ്പലത്തിൽ മണ്ഡപം ഉണ്ടാക്കുമ്പോഴേ തൂണ് വേണമല്ലോ. അപ്പം 4 തൂണ് ആവശ്യമുണ്ട്.
അപ്പോൾ 4 തൂണ് ആരെങ്കിലും തരുമോ ചോദിച്ചു. വലിയ കാശുകാരൊക്കെ ഉണ്ട്, ആരും കൊടുക്കണില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സെക്രട്ടറിക്ക് ഒരു ബുദ്ധി തോന്നി, തൂണ് കൊടുക്കുകയെന്ന് വെച്ചാൽ പേരെഴുതി വെക്കും കിട്ടുമോ തൂണിൻ്റെ മുകളിൽ. അപ്പോഴേക്കും 3 ആൾ എണീറ്റു, തയ്യാറായി. 1,00,000 റുപ്യ ഒരു തൂണിന് കൊടുത്തു. കുഴപ്പമില്ല, പേരെഴുതി വയ്ക്കല്ലോ, ധർമ്മമല്ലേ, ധർമ്മമാണ്. പക്ഷെ എന്തല്ല അത് ഭാഗവത ധർമ്മമല്ല. എന്നാൽ കൊടുക്കാണ്ടിരിക്കുന്നത് ഭാഗവത, അങ്ങനെ പറഞ്ഞിട്ടില്ല. പേര് എഴുതിയാലും എഴുതിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പേര് എഴുതുന്ന നിർബന്ധിച്ച് താൻ എഴുതിക്കോളൂ, ഇനി ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട, ഞാൻ എന്തായാലും ആക്ഷേപമൊന്നും പറയില്ല എന്നുള്ള മട്ടിൽ അറിഞ്ഞു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അയാൾ. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മുടെ ഉള്ളിലുള്ള അഹന്തയെ ചൂഷണം. ചിലതിൽ ലേലം കൂടിയൊക്കെ ഉണ്ട്. ഗോപാലൻ നായർ 10 ലക്ഷം കൊടുത്തു, എന്നാൽ പിന്നെ രാമൻകുട്ടി നായർ 15. പക്ഷെ അതൊന്നും മനസ്സറിഞ്ഞ് കൊടുക്കല്ല, വ്യത്യാസമുണ്ട്. പിടിച്ചു വാങ്ങിക്കൊണ്ട് കാര്യമില്ലല്ലോ. അറിഞ്ഞു കൊടുക്കണതും, അറിഞ്ഞിട്ടാണെങ്കിൽ 1 റുപ്യ കിട്ടിയാൽ സന്തോഷമുണ്ട്, പിടിച്ചു വാങ്ങിയാലോ, അതാണ് 2 വ്യത്യാസമുണ്ട്. അത് രജോ ഗുണമാണ്, മറ്റത് സാത്വികമാണ്. പണ്ട് രാജസൂയം നടത്തിയിട്ട് പോലും ധർമ്മപുത്രർക്ക് വിഷമമുണ്ടാവാൻ കാരണം ഇങ്ങനെ സാത്വികമല്ലാണ്ട് വാങ്ങിയോണ്ടാണെന്നാണ് പറയുന്നത്. കാരണം കുറേ സമ്പത്തൊക്കെ നേടി സമാധാനമില്ല, കാരണം അത് സാത്വികമായിട്ടല്ല നേടിയത്, സമ്പാദിച്ചത്. വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. മറ്റത് ഇടക്കാലത്തൊന്ന് ഉയരും, പിന്നെ അങ്ങോട്ട് അതപ്പതിക്കും, ഇല്ലേണ്ടിയും. അതുകൊണ്ട് പ്രോജ്ജിത കൈതവഹ ധർമ്മ, പേരിനും പ്രശസ്തിക്കും പണത്തിനും അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾക്കൊന്നും വേണ്ടി അല്ലാതെ അനുഷ്ഠിക്കുന്ന ധർമ്മം, അങ്ങനെ ഒന്നിനും വല്ലാണ്ട് അനുഷ്ഠിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ വെച്ചാൽ ഭഗവാന്റെ പ്രീതി എന്താണ്, ഭഗവാന്റെ കയ്യിലെ പുസ്തകത്തിൽ പേര് വരണം, അത് മതി, അത്രേ വേണ്ടു. മണ്ഡപത്തിൽ പേരില്ലെങ്കിലും സാരമില്ല, അവിടെ പേരുണ്ടായാൽ മതി, അത് വിചാരിച്ചോളൂ. അതാണ് ഭക്തിഭാവം. ഭഗവാൻ കാണുന്നുണ്ടല്ലോ, ഈശ്വരന് വേണ്ടി. ഇതുകൊണ്ട് ഭഗവാൻ പുഞ്ചിരിക്കുന്നുണ്ട്, താൻ മിടുക്കനാട്ടോ, താൻ ഒന്നിനു വേണ്ടിയില്ലാണ്ട് ചെയ്തല്ലോ, മതി എന്ന് ഭഗവാൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് പറ്റണില്ല. ഭഗവാൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ്. ധർമ്മ, അതാണ് ധർമ്മം. പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണം, മത്സരമില്ലാതെ ധർമ്മം അനുഷ്ഠിക്കുക. ഇപ്പം മത്സരത്തോടു കൂടിയുള്ള ധർമ്മം നേരത്തെ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ മത്സരിച്ചും കൊണ്ട് അവിടെയും മത്സരം പാടില്ലെന്നർത്ഥം. പല അമ്പലങ്ങളിലും മത്സരമാണ്, സപ്താഹത്തിൽ മത്സരം, കൂടുതൽ പറയണില്ല. ഉത്സവങ്ങളിലും മത്സരം, ആ അമ്പലത്തിനേക്കാൾ കേമാക്കണം ഈ അമ്പലം. എന്തിനപ്പോൾ ചെല്ലിക്കലൊക്കെ കമ്പനിക്കാർ ആദ്യം പറയും, ഇനി ഈ ജില്ലയിൽ എവിടെ തിരുമേനി വേറെ ഏൽക്കരുതേ. ചെല്ലിക്കലൊക്കെ കാരണം ആദ്യം പടം വരണം. അത് 2 ആഴ്ച മുന്നേ മറ്റേ അമ്പലത്തിൽ പോയ പ്രശ്നമായില്ലേ. അപ്പം അതുകൊണ്ട് ഈ ഭാഗത്ത് വേറെ ഒന്നും കൊല്ലം പാടില്ല. മത്സരമാണ്, നിർമ്മത്സരാണ്. അവിടെ പറയുകയാണ്, മത്സരബുദ്ധിയുള്ളവർക്ക് ഇത് ഒരിക്കലും മനസ്സിലാവില്ല, ഈ തത്വം ഒരിക്കലും പിടികിട്ടില്ല. സതാം വേദ്യം, സജ്ജനങ്ങൾക്ക് മാത്രമേ ഈ തത്വം മനസ്സിലാവുള്ളൂ. വാസ്തവമത്ര വസ്തു, ഇവിടെ ആ വാസ്തവമായ വസ്തുവാണ് വിഷയം. ഇതറിഞ്ഞാൽ എന്താ ലാഭം? താപത്രയോന്മൂലനം, ദുഃഖങ്ങളൊക്കെ തീരും. ഇന്നലെ പറഞ്ഞത്, ദുഃഖങ്ങളൊക്കെ തീരും, എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും തീരും. ദുഃഖം നീ അന്വേഷിച്ചാൽ കാണില്ല. സൂര്യൻ വന്നാൽ പിന്നെ ഇരുട്ടുണ്ടോ? സൂര്യൻ ഇരുട്ടെന്താണെന്ന് അറിയില്ല. അതുപോലെ നമുക്ക് ദുഃഖം എന്താണെന്ന് അറിയാത്ത, ദുഃഖോ അതെന്തത് എന്ന് ചോദിക്കും. ആ മട്ടിൽ ദുഃഖം നീങ്ങും. അതാണ് താപത്രയോ ഉന്മൂലനം. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ വേരോടുകൂടി തീരും. നമ്മുടെ ദുഃഖമൊക്കെ ഇപ്പോൾ തീരുണ്ടോ? തൽക്കാലം തീരും ഇല്ലേ? എന്തെങ്കിലും കഴിച്ചാൽ കുടിച്ചാലൊക്കെ തൽക്കാലം തീരും. ബന്ധുക്കളൊക്കെ ഒപ്പം ഇരുന്ന് ആശ്വസിപ്പിച്ച തൽക്കാലം തീരും. പിന്നെ അവരങ്ങോട്ട് പോയാൽ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ചാൽ തൽക്കാലം രോഗം മാറും. ആ മരുന്ന് നിർത്തിയാൽ പിന്നെയും ആ വേരോടുകൂടി പോകണില്ല. നല്ലത് ഉന്മൂലനം, വേരോടുകൂടി ദുഃഖങ്ങൾ തീരും. ശ്രീമദ് ഭാഗവതേ, ഈ ശ്രീമദ് ഭാഗവതം ഇരിക്കെ, മഹാമുനികൃതേ, വേദവ്യാസ മഹർഷി രചിച്ച ഈ ഭാഗവത പുരാണം ഇരിക്കെ, കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതിഭി. അല്ലയോ സുഹൃത്തുക്കളെ, ഈ ഒരു ഭാഗവതം ഇരിക്കെ ഇത് പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മറ്റ് പല പുസ്തകങ്ങളും വായിച്ച് പലതും കണ്ട് നേരം കളയരുത്. എന്തിന്? സമയം കുറച്ചേ ഉള്ളൂ, വളരെ കുറഞ്ഞ സമയം, ആയുസ് കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ആ സമയത്തൊക്കെ മറ്റു കുറേ കണ്ട തന്നെ കണ്ട് കേട്ട തന്നെ ഒരേ വാർത്ത, എല്ലാ ദിവസവും ഒരേ വാർത്ത തന്നെയാണ്. അതിനെ കണ്ട് ഇങ്ങനെ മനസ്സ് കലുഷാവുന്നല്ലാതെ അത് നിർത്തി ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കൂ, ഹൃദയം ശുദ്ധമാക്കൂ.
പുഞ്ചിരിക്കൂ, സമാധാനമായിട്ടിരിക്കൂ. ഹൃദി അവരുദ്ധ്യതേ, ഈ ശാസ്ത്രം കേട്ടാൽ പെട്ടെന്ന് തന്നെ ഭഗവാൻ ഹൃദയത്തിൽ അവതരിക്കും. ശുശ്രൂഷുഭിഹി, ശ്രദ്ധയോടുകൂടി കേട്ടാൽ തത്ക്ഷണാത്, ആ സമയം തന്നെ. കേട്ട് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് വരില്ല, കേൾക്കുമ്പം തന്നെ ആര് വരും? ഭഗവാൻ ഹൃദയത്തിൽ അവതരിക്കുന്നു പറഞ്ഞാൽ സമാധാനം ഉണ്ടാവും. ഭഗവാന്റെ സ്വരൂപം എന്താ? ആനന്ദം. ആനന്ദം അനുഭവിക്കാൻ സാധിക്കും, അതിലൊരു സംശയവും ഇല്ല എന്ന് പറയണം. പിന്നെ എന്താണ് ഭാഗം എന്നുള്ളത് പറയണു. അതൊക്കെ നമുക്ക് ഇവിടെ നിർത്തി ചായയ്ക്ക് ശേഷം ആ ഭാഗം കേൾക്കാം. ഇനി 9:15 പാരായണം, 10 മണിക്ക് ശേഷം പ്രഭാഷണം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഒരു വരിയായിട്ട് വരിക.